സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മമ്മൂട്ടിയും മുരളിയും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ച ഒരു ചിത്രമാണ് കളിക്കളം. ചിത്രത്തിൽ മമ്മൂട്ടി നല്ലവനായ ഒരു കള്ളനായും മുരളി സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറായും വേഷമിട്ടിരിക്കുന്നു. കൂടാതെ ഇന്നസെൻ്റ്, ശ്രീനിവാസൻ, ഭീമൻ രഘു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഫിലോമിന തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. വലിയ കള്ളന്മാരുടെ സ്വത്ത് മോഷ്ടിച്ച് പാവങ്ങൾക്കും അനാഥകൾക്കും കൊടുക്കുന്ന ഒരു നല്ല കള്ളനായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. മാമുക്കോയയുടെ പോലീസ് വേഷവും ഇന്നസെൻറ്റിൻ്റെ രാഷ്ട്രീയക്കാരൻ്റെ വേഷവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ മുതലാളിയുടെ വേഷവും വളരെ രസകരമായിട്ടുണ്ട്. വളരെ മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിലുണ്ട്. ജീവിക്കാൻ വേണ്ടി അടിപിടിയും കച്ചറയും കൊട്ടേഷനുമെല്ലാമായി നടക്കുന്ന നത്ത് നാരായണൻ എന്ന കഥാപാത്രമാണ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത കനൽക്കാറ്റ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത്. കീരിക്കാടൻ ജോസ് വില്ലനായി അഭിനയിച്ച ഈ ചിത്രത്തിൽ മുരളി, ജയറാം, ഉർവശി, ഷാരി, ഇന്നസെൻ്റ്, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, KPS ലളിത തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. KPS ലളിത ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മമ്മൂട്ടിയുടെ നത്ത് നാരായണൻ എന്ന കഥാപാത്രം അടിപിടിക്കിടയിൽ അറിയാതെ ഒരു കൊലക്കേസിൽ പെട്ടുപോവുകയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് ചിത്രത്തിൽ. തമാശകൾ നിറഞ്ഞ ആദ്യ പകുതിയും സീരിയസ് ആയ രണ്ടാം ഭാഗവും പോരടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയതാണ്. മാമുക്കോയയുടെ ഓട്ടോ ഡ്രൈവറും ശങ്കരാടിയുടെയും പറവൂർ വരദൻ്റെയും വേഷങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്. ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച് മമ്മൂട്ടിയും മോഹൻലാലും നായകന്മാരായി അഭിനയിച്ച ഒരു ചിത്രമാണ് ഹരികൃഷ്ണൻസ്. കോമഡിയും റൊമാൻറ്റിക്കും മ്യൂസിക്കും എല്ലാം നിറഞ്ഞ ഒരു കണ്ടിരിക്കാവുന്ന ചിത്രമാണ് ഹരികൃഷ്ണൻസ്. പ്രസിദ്ധ ഹിന്ദി താരം ജൂഹി ചൗളയാണ് ചിത്രത്തിലെ നായിക. അഡ്വക്കേറ്റും സുഹൃത്തുക്കളുമായ മമ്മൂട്ടിയും മോഹൻലാലും ഒരു കേസ് അന്വേഷണത്തിനിടയ്ക്ക് പരിചയപ്പെടുന്ന പെൺകുട്ടിയോട് രണ്ടുപേർക്കും തോന്നുന്ന പ്രണയമാണ് ചിത്രത്തിൻ്റെ കഥ. ഇന്നസെൻ്റ്, നെടുമുടി വേണു, ശ്രീരാമൻ, കുഞ്ചാക്ക ബോബൻ, ബേബി ശ്യാമിളി, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ഷാഫി സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് തൊമ്മനും മക്കളും. രാജൻ പി ദേവും മമ്മൂട്ടിയും ലാലുമാണ് തൊമ്മനും മക്കളുമായി അഭിനയിച്ചിട്ടുള്ളത്. ലയ, സിന്ധു തുടങ്ങിയവരാണ് ചിത്രത്തിലെ നായികമാർ. ജനാർദ്ദനൻ, സലീം കുമാർ, അബു സലീം തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. നല്ല ഒരു റൊമാൻറ്റിക്കൽ കോമഡി മ്യൂസിക്കൽ ചിത്രമാണ് തൊമ്മനും മക്കളും. രണ്ടായിരത്തി ജോണി ആൻ്റണി സംവിധാനം ചെയ്ത ഒരു മുഴുനീള ഹാസ്യചിത്രമാണ് തുറപ്പുകുലാൻ. സ്നേഹയാണ് മമ്മൂട്ടിയുടെ നായിക. കൂടാതെ ദേവൻ, ഇന്നസെൻ്റ്, വിജയരാഘവൻ, ജഗതി ശ്രീകുമാർ, കൊച്ചിൻ ഹനീഫ, ഭീമൻ രഘു, സലീം കുമാർ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. വിനീത് ശ്രീനിവാസനാണ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അച്ഛനായിട്ടാണ് ഇന്നസെൻ്റ് അഭിനയിച്ചിട്ടുള്ളത്. ഡാൻസും പാട്ടും ഫൈറ്റിങ്ങും എല്ലാമായി മമ്മൂട്ടിയുടെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടം തന്നെയാണ് തുറപ്പുകുലാൻ. 1983 ബാലു കിരേത്ത് സംവിധാനം ചെയ്ത എങ്ങനെയുണ്ട് ആശാനെ എന്ന ചിത്രം മമ്മൂട്ടിയുടെ ഒരു നല്ല കോമഡി ചിത്രമാണ്. ഒരു ജോലിക്കും പോകാതെ ജ്യേഷ്ഠൻ്റെ ചെലവിൽ 3 നേരം ഭക്ഷണവും കഴിച്ച് സുഖമായി കിടന്നുറങ്ങുന്ന ഒരു മടിയൻ കഥാപാത്രം. ഹസ്തരേഖയും പക്ഷിശാസ്ത്രവും നോക്കി എങ്ങനെയെങ്കിലും ചുളിവിൽ പണക്കാരനാവാൻ നോക്കി നടക്കുന്ന ഒരു കഥാപാത്രം. അങ്ങനെ വലിയ ഒരു പണക്കാരിയെ പരിചയപ്പെടുകയും വിവാഹം കഴിക്കുകയും ഭാര്യയുടെ ബംഗ്ലാവിൽ സുഖമായി ജീവിക്കാനും തീരുമാനിക്കുന്നു. പക്ഷേ ഭർത്താവിൻ്റെ അന്തസ്സ് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഭാര്യ ഭർത്താവിനെയും കൂട്ടി ഭർത്താവിൻ്റെ കൊച്ചു വീട്ടിലേക്ക് പോകുന്നു. മമ്മൂട്ടിയുടെ ഭാര്യയായി മേനകയും കൈനോട്ടക്കാരനായി മണിയമ്പിള്ള രാജുവും ജ്യേഷ്ഠനായി തിലകനും മേനകയുടെ അച്ഛനായി CI പോളും മേനകയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവായി ജോണിയും അഭിനയിച്ചിട്ടുണ്ട്. TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത് ഒരു സൂപ്പർ ഹിറ്റായ ചിത്രമാണ് കോട്ടയം കുഞ്ഞച്ചൻ. രഞ്ജിനിയാണ് മമ്മൂട്ടിയുടെ നായിക. കൂടാതെ സുകുമാരൻ, ഗണേഷ്, ഇന്നസെൻ്റ്, KPS ലളിത, ബാബു ആൻ്റണി, കുഞ്ചൻ, പ്രതാപചന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ.
ചട്ടമ്പിത്തരവും കോമഡിയുമായി മമ്മൂട്ടി ചിത്രത്തിൽ നിറഞ്ഞാടുകയാണ്. കൂടാതെ സുകുമാരൻ്റെ വേഷവും വളരെ ഉഷാറായിട്ടുണ്ട്. 1990 ഇറങ്ങിയ കൊട്ടേട്ടൻ എന്ന ചിത്രത്തിൽ ആദ്യ പകുതിയിൽ മമ്മൂട്ടി തികച്ചും കോമഡി വേഷത്തിലാണ് അഭിനയിച്ചിട്ടുള്ളത്. മമ്മൂട്ടി, സരിത, മാധു, ഉർവശി, ജഗദീഷ്, മുരളി, തിലകൻ, ലിസി തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. രചന ലോഹിതദാസും സംവിധാനം ജോഷിയുമാണ് നിർവഹിച്ചിട്ടുള്ളത്. രണ്ടാം പകുതിയിൽ ചിത്രം സീരിയസ് ആയി മാറുന്നു. തിലകനും മുരളിയുമാണ് ചിത്രത്തിലെ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയും ശങ്കറും നായകന്മാരായി അഭിനയിച്ച പ്രണയവും തമാശകളും എല്ലാം നിറഞ്ഞ ഒരു ചിത്രമാണ് വീണ്ടും ചലിക്കുന്ന ചക്രം. മേനകയും അരുണയുമാണ് ചിത്രത്തിലെ നായികമാർ. 1983 ഇറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് PG വിശ്വംഭരനാണ്. ചിത്രത്തിൽ സുഹൃത്തുക്കളായിട്ടാണ് മമ്മൂട്ടി ശങ്കറും അഭിനയിച്ചിരിക്കുന്നത്. ജോണി, ജഗന്നാഥ വർമ്മ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. മമ്മൂട്ടിയും ലാലു അലക്സും പ്രധാന കഥാപാത്രങ്ങളിൽ അഭിനയിച്ച ഒരു ചിത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാലു അലക്സ് ഒരു പോലീസ് ഓഫീസറായും മമ്മൂട്ടി ഒരു ജയിൽ പുള്ളിയായിട്ടും അഭിനയിച്ചിരിക്കുന്നു. PG വിശ്വംഭരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ക്യാപ്റ്റൻ രാജു, മുകേഷ്, സുലക്ഷണ, മാള അരവിന്ദൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ.